ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അല്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലുണ്ട്, രാജ്യ തലസ്ഥാനത്തുണ്ട്. 12,200 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. നമോ ഭാരത് ഇടനാഴി, ഡൽഹി മെട്രോ 4ാം ഘട്ടം, ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ഉദ്ഘാടന കർമ്മമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. രോഹിണിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. കഴിഞ്ഞ ദിവസം 4,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി ഡൽഹിക്ക് സമർപ്പിച്ചിരുന്നു. നമ്മുടെ ഊർജ്ജസ്വലനായ റിപ്പോർട്ടർ ഗൗതം അനന്തനാരായണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഗൗതം, എന്തായാലും വളരെ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ മുന്നോട്ട് പോവുകയാണ്. BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആദ്യഘട്ട പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം, പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം, അത് എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഡൽഹിയിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്? ഗൗതം. അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസം 4,000 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ രാജ്യതലസ്ഥാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചതാണ്. അതുകൂടാതെയാണ് ഇന്നിപ്പോൾ 12,200 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തുടക്കം കുറിക്കൽ പരിപാടിയിൽ പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഡൽഹിയിലെ രോഹിണിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. അദ്ദേഹം പ്രധാനമായി ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഒന്ന് ഡൽഹി മെട്രോയുടെ 4ാം ഘട്ടമാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമോ ഭാരത് ഇടനാഴി, അശോക് വിഹാർ മേഖലയിലാണ് ഈ നമോ ഭാരത് ഇടനാഴി നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം, അതോടൊപ്പം തന്നെ രോഹിണിയിലൊരു പുതിയ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ രാജ്യതലസ്ഥാനത്തെ ജനങ്ങളുടെ പുരോഗതി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള 12,200 കോടി രൂപയുടെ പദ്ധതിക്ക് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തന്നെ തുടക്കം കുറിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായി വരികയാണ്. ഈ ആഴ്ച തന്നെ ഒരുപക്ഷെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തീയതി ഉൾപ്പെടെ പ്രഖ്യാപിക്കാൻ പോകുന്നു. അതിനാൽ ഇന്നത്തെ ഈ ഒരു സമ്മേളനം അതൊരു പൊതു റാലിയാണ്. അതിലാണ് ഈ ഉദ്ഘാടന കർമ്മവും പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം സംസാരിക്കുമെന്നത് വളരെ ശ്രദ്ധേയമാകും. കഴിഞ്ഞ ദിവസം സ്വാഭിമാൻ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉൾപ്പെടെ ഉദ്ഘാടന കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു. സ്വാഭിമാൻ അപ്പാർട്ട്മെൻറ്റ് എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് രാജ്യതലസ്ഥാനത്ത് നമുക്കറിയാം ഡൽഹിയിൽ വർഷങ്ങളായി ചേരി പ്രദേശങ്ങളിൽ വളരെ കഷ്ടതകൾ അനുഭവിച്ച് സ്വന്തമായി വീടില്ലാതെ താമസിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് 1,600 ഫ്ലാറ്റുകൾ കഴിഞ്ഞ ദിവസം സാധാരണ ജനങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചത്. അതുകൂടാതെയാണ് ഇന്നിപ്പോൾ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം രോഹിണിയിൽ പ്രധാനമന്ത്രി നിർവഹിക്കാൻ പോകുന്നത്. അനിൽ നമ്പ്യാർ.